ഈ ബിസിനസ് എന്ന് പറയുന്നത് അത്യാവശ്യം ടാലൻറ്റും പാഷനും കൂടെ വേണ്ടതാണ്. ലോട്ടറി കച്ചവടം അല്ലത്. ഇപ്പോൾ എല്ലാവരും വേഗം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ആപ്പിളിൻ്റെ ഓണർ ആവുന്നതാണ്. നമസ്കാരം. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലാത്ത വളരെ പരിചിതമായ നമ്മുടെ പ്രിയപ്പെട്ട സോഹൻ റോയ്ക്കൊപ്പമാണ്. നമസ്കാരം സർ. ഈ 28 വർഷമായി ഒരു ബിസിനസ്സുകാരനായിട്ട് അല്ലേ? അപ്പോൾ ഈ 28 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് വെച്ചിട്ട് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരണമെന്ന് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നവർക്ക് എന്താണ് അങ്ങേക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം? ഈ ബിസിനസ് എന്ന് പറയുന്നത് അത്യാവശ്യം ടാലൻറ്റും പാഷനും കൂടെ വേണ്ടതാണ്. ലോട്ടറി കച്ചവടം അല്ലത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ചെറിയ ഒരു അറ്റംപ്റ്റ് എന്തെങ്കിലും നടത്തി നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ ഡാമേജ് കുറയും. കാര്യം ഒരു സ്റ്റാർട്ടപ്പിനകത്ത് 90% റിസ്ക് ഉള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ ബിസിനസ് ക്യാമ്പസിൽ ചെയ്ത് അത് വെച്ചിട്ട് ജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങിയത്. സ്റ്റെപ്പ് ബൈ. ഓക്കെ. അതുമല്ല, ഗൾഫിൽ വന്നതിന് ശേഷവും ജോബ് ചെയ്യുന്നതിനിടയ്ക്ക് പാരലായിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് ഒരു കോൺഫിഡൻസ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത്തിരി എക്സ്പീരിയൻസ് വേണം. അല്ലാതെ ഈ പഠിച്ചിറങ്ങുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും വേഗം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ആപ്പിളിൻ്റെ ഓണർ ആവുന്നതാണ്. പക്ഷേ ഈ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ സൂപ്പർ താരങ്ങളാവുന്ന അത് കണ്ടിട്ട് എല്ലാവരും അഭിനയിക്കാൻ ഇറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയുണ്ട്? അപ്പം അതുപോലെയാണ് ഇപ്പം ഗാനമേഖലയിൽ യേശുദാസിനെ കണ്ടിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് കരുതി ഇറങ്ങിയാലും വിജയിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് ഇൻഡസ്ട്രിക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പെടുന്ന ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഒരുപാട് പേരുണ്ടെങ്കിൽ സർവൈവൽ ഒരിത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ചെയ്യാവുന്നത്. ഇപ്പോൾ AI സപ്പോർട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഗ്രൗണ്ട് വർക്ക് നമുക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു റിലേറ്റഡ് ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ഇറങ്ങുക എന്നുള്ളതാണ് ഈ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്. ഇവരുടെ എല്ലാം വിചാരം ക്യാമ്പസിൽ നിന്ന് അന്നേരം തന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാൻ രക്ഷപ്പെടാമെന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് AI എക്സ്പേർട്സിന് ചെറിയ ചാൻസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ സ്ഥായിയായിട്ട് അതിനും ഒരു മാർക്കറ്റ്, ആ ഒരു ചെറിയ സമയം കഴിയുമ്പോൾ അത് ഇല്ലാതാകും ചിലപ്പോൾ. അവർക്ക് എക്സ്പെക്റ്റ് ഒന്നും അവർ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥായിയായിട്ട് പോകണമെങ്കിൽ കുറേ ഡിസിപ്ലിൻ ഉണ്ട്. ഇൻഡസ്ട്രിയിൽ പാലിക്കേണ്ട കുറേ ഡിസിപ്ലിൻ ഉണ്ട്, എത്തിക്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വേണം വരാൻ. അതുപോലെ കൂടെ സഹപ്രവർത്തകരോട് കരുണയോടുകൂടി പെരുമാറുക. അതായത് നിങ്ങളൊരു സ്ലേവായിട്ട് അവരെ കാണരുത്. നിങ്ങളൊരു പാർട്ട്ണറായിട്ട് കാണുക. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു, പക്ഷേ അയാളെ പാർട്ട്ണറായിട്ട് കണ്ടുകൊണ്ട് അന്നോട്ട് നിയമപരമായിട്ട് അവർക്കും അവകാശമുള്ളതുപോലെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു എംപ്ലോയിയെ വെച്ച് കഴിഞ്ഞാൽ പോലും അത് നിങ്ങളുടെ പാർട്ട്ണറാണ്. അവരുടെ അധ്വാനം കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ഉയരുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ മാന്യമായി കൊടുക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യുന്നവരെല്ലാം 90% അവരുടെ പോക്കറ്റ് വെച്ചിട്ട് 10% പോലും ചിലപ്പം കൊടുക്കാത്തവരായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങളുടെയൊക്കെ ഒരു കൾച്ചർ അതല്ല. നമ്മൾ 50-50 എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പം എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ട്രീറ്റ് ദം ലൈക്ക് യുവർ പാർട്ട്ണർ. അവർക്ക് എല്ലാവരും ഗീവ് റെസ്പെക്ട്. അവർ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പോലെ അവർക്കും ഉണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട റെസ്പെക്ട് അവർക്കും കിട്ടാൻ അവകാശമുണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽസ് ഇൻഡസ്ട്രിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഫഷണലിസം കുറേ ഉണ്ട്. അതിനുള്ള ബേസിക് ട്രെയിനിങ്സ് എല്ലാം നേടുക. അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രൊഫഷണൽസ് ഇല്ലാതെ ഇറങ്ങരുത്. അൺഎത്തിക്കലായിട്ട് ചെയ്യാതിരിക്കുക, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ മനസ്സമാനത്തോടെ ഇറങ്ങാം. മനസ്സിലായില്ല? പിന്നെ കൈവിട്ട് കളിക്കരുത്. നമുക്ക് ഡാമേജ്, നമുക്ക് നിലത്ത്, അതായത് നാളെ വീണാലും വന്ന് നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാവുന്ന കളി മാത്രം കളിക്കുക. അത് ചിലർ കൈവിട്ട് കളിക്കും, റിസ്ക് എടുക്കുക, ഭയങ്കരമാണ്. പിന്നെ പലിശ, ബാങ്ക് ഇൻട്രസ്റ്റ് എടുത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ കയ്യിൽ ഒതുങ്ങുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. ബ്ലേഡിൽ നിന്ന് എടുത്തിട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഇതൊക്കെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഏതായാലും ഇത്രയും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇത് ഏതായാലും പ്രയോജനപ്പെടാമെന്ന്, ഈ പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ നന്ദി. താങ്ക് യു.